ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡോവർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കാണപ്പെടുന്ന ഡോവർക്കിൻ്റെ കുറച്ച് പ്രത്യേകതകളും ഇതെങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യിപ്പിക്കാം, അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളോടും കൂടെ അടങ്ങിയ നമുക്കൊരു ഫുൾ ഒരു എൻസൈക്ലോപ്പീഡിയ പോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഹൈലി ഇൻഫർമേഷൻ എൻ്റെ ഒരു 10-15 വർഷത്തോളമുള്ള ഈ ഡോവർക്കിഡ് പരിപാലനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡോവർക്കിഡിനെ നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ബൾബ് ഫസ്റ്റ് കെയറിങ് ആണ്. ഇതിൻ്റെ ബൾബിൻ്റെ കെയറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മളത് 2-3 വർഷത്തിലൊരിക്കൽ നമ്മളിത് റീപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ പ്ലാന്റ് ഏകദേശം ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഇത് നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ ടൈമായി. റീപ്പോർട്ട് ചെയ്യണം തുടങ്ങി. ഫ്രണ്ട്സ്, ഞാൻ റീപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായിട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിത് റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട്. കാരണം എനിക്കിത് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും പ്ലാന്റ്സ് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടാൻ വേണ്ടി പറ്റും. ബട്ട് ഞാൻ റീപ്പോർട്ട് എനിക്ക് പല ടൈമിനും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽപ്പുള്ളത്. കണ്ട, റീപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുതിയ പ്ലാന്റ്സ് ആവും. ബട്ട് നമുക്കിനി ഓരോന്നിനും റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോ ബൾബ് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒത്തിരി പ്ലാന്റ്സ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഞാൻ അവിടെ ചെയ്തിട്ടില്ല, അത് എൻ്റെ ഒരു തെറ്റാണ്. അപ്പോൾ നമ്മളത് നിങ്ങൾ അറിഞ്ഞ് ചെയ്യുക. പിന്നെ അതുപോലെ മഞ്ഞ ലീഫ് കണ്ടു കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള നൈട്രജൻ്റെയൊക്കെ കുറവുണ്ടാവും. അപ്പോൾ ഇതിന് ഫ്ലവറിങ്ങിന് വേണ്ടി നമ്മൾ ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നമുക്ക് ഇതിനാരെയും കൊതിപ്പിക്കുന്ന ഒരു അഴകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ആ ഒരു അകത്ത് ഈ ഡോവിൻ്റെ ഫോർമേഷനാണ്. ഈ ഒരു ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഡോവർക്കിഡ് എന്നറിയപ്പെടുന്നത്. കറക്റ്റ് ഒരു പ്രാവ് അകത്തിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിന് ഏകദേശം നമുക്ക് മുട്ട എണ്ണുകയാണെങ്കിൽ ഏകദേശം ഒത്തിരി മുട്ട വിരിയും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 ഏകദേശം ഒരു 30-40 ഫ്ലവേഴ്സ് നമുക്കിത് ഒരു സെറ്റിൽ തന്നെ നമുക്കിത് വിരിഞ്ഞ് തരും. അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. എനിക്ക് തന്നെ ഇപ്പോൾ 2-3 പ്ലാന്റ് ഒരുമിച്ച് നിൽപ്പുള്ളതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ട, നമുക്ക് 2 എണ്ണം ഒരുമിച്ച് ഫ്ലവർ ആയിട്ടുണ്ട്. മീൻസ് 2 സ്റ്റെം ഒരേ ചെടി തന്നെ 2 പ്ലാന്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കണ്ട, ആ 2 പ്ലാന്റിൽ നിന്ന് അങ്ങനെ നമ്മളെ ബോട്ടത്തിൽ നിന്നുണ്ടായി അങ്ങനെ വന്നിട്ട് നമുക്ക് ഇത്രയും പൂക്കൾ എനിക്ക് കിട്ടി. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് 2 എണ്ണം നമുക്കിത് കിട്ടിയിട്ടുണ്ട്. 3 എണ്ണം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് 2 എണ്ണം വെച്ചൊക്കെ കുറേ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിത് വിരിയുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിയാണ്. അതിൻ്റെ ആ ഒരു തണുപ്പല്ലല്ലോ, അതിൻ്റെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മേടിച്ചിട്ട് ആ ഒരു മണം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മണത്ത് നോക്കുമ്പോൾ ഉള്ള ഫീൽ വല്ലാത്തൊരു ഫീലാണ്. കാരണം നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കയറി വരികയാണെങ്കിൽ നമ്മൾ സെൻറ്റ് അടിക്കാതെ തന്നെ നാച്ചുറലായിട്ടൊരു സെൻറ്റ് പോലെ ഇവ ആക്ട് ചെയ്യും. അത്രയും നല്ല ഒരു കഴിവുള്ളവന്മാരാണ് ഇവന്മാർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഡോവർക്കിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമുക്കിതിനെ ഫ്ലവറിങ്ങിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കിനി ഫ്ലവറിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിനൊരിക്കലും നിങ്ങൾ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലേക്ക് വെച്ച് നിങ്ങളിതിനെ ചെയ്യരുത്. ഗ്രീൻ നെറ്റിൻ്റെ അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൊഴുത്ത് അടിപൊളിയായിട്ട് വളർന്നു വരും. പക്ഷേ ഇവന്മാർ ഫ്ലവർ തരില്ല. ഇവന്മാർ ഫ്ലവർ തരണമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം വെയിലുള്ളൊരു സ്പോട്ടിലേക്ക് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ബാംഗ്ലൂരിലൊരു ടൂറൊക്കെ പോയിരുന്ന സമയത്ത് ഇത് പൂ മൊത്തത്തോടെ നശിച്ച് പോവാണ്ടിരിക്കാനാണ് ഞാൻ ഇതിനൊരു ഈ ഒരു സ്പോട്ടിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഇത് മെയിനായിട്ട് ഇത് ഇരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ അത്യാവശ്യം നമുക്കൊരു വെയിലിടും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ ഇവിടെ ഇരുന്ന് ഇവന്മാരും കുറേ പൂക്കൾ തന്നതാണ്. കണ്ടോ, അതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പൂക്കൾ തന്നതിൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവന്മാരെ ഇവിടെ മെയിൻ വെയിലത്ത് തന്നെയാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം കുറേ പ്ലാന്റ്സ് ഉള്ളതിൻ്റെ ഇടയിൽ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇവന്മാർക്ക് ആവശ്യം. അല്ലാതെ നമ്മൾ വെയിൽ കിട്ടാത്തൊരു സ്പോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവന്മാർ ഒരിക്കലും നമുക്ക് പൂക്കൾ തരില്ല. അത്യാവശ്യം വെയിൽ ആവശ്യമാണ്. എന്ന് പറഞ്ഞ് കറക്റ്റ് ഓവറായിട്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഓവർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫ്ലവർ തരില്ല. എന്ന് പറഞ്ഞൊരു മൈൽഡ് സൺലൈറ്റ് വേണം എന്ന് പറഞ്ഞ് വേറെ ഗ്രീൻ നെറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ ഒരു മൈൽഡ് രീതിയിൽ. പിന്നെ നമുക്ക് ഡെയിലി വെള്ളം കൊടുക്കുക, വെള്ളം ആവശ്യമാണ്. പിന്നെ ഇതിൽ പോട്ടി മിശ്രിതത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്ലോട്ടിങ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഫംഗസിൻ്റെ ആക്ഷനൊക്കെ വല്ലപ്പോഴും വരാം. അപ്പോൾ നിങ്ങൾ ഫംഗിസൈഡൊക്കെ യൂസ് ചെയ്തൊന്ന് ക്ലീൻ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതുപോലുള്ള നമുക്ക് കരിക്കട്ട ആഡ് ചെയ്യാം. ഇതിൻ്റെ പോട്ടിങ് മിശ്രിതത്തിൻ്റെ ഒരു മെയിൻ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൂടെ വച്ചേക്കാം. കണ്ട, നമുക്കിതിൽ ഇപ്പോൾ തന്നെ 2 ബഡ് വന്നിട്ടുണ്ട്. കണ്ട, വേറൊരു ബഡും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ല ചുമ്മാതല്ല. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ദിവസം നോക്കാതിരുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതേ ഉള്ളൂ. നോക്കാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ പ്രശ്നങ്ങൾ മാറ്റണം. പിന്നെ ഇങ്ങനെ ഒരു വെള്ളയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് പെട്ടെന്ന് റിമൂവ് ആക്കുക. അത് ഫംഗസിൻ്റെ അറ്റാക്കാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഡോവിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മളതിൽ ഡോവ് സെയിലിനുണ്ട്. വലിയ പ്ലാന്റ്സാണ് നമ്മളെ കയ്യിൽ സെയിലിനുള്ളത്. നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഇല്ല, വലിയ പ്ലാന്റാണ്. നമുക്ക് ഏകദേശം ഇതിൽ കാണുന്ന സൈസുള്ള പ്ലാന്റ്സ്
പക്ഷേ വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ് കൊടുക്കില്ല, നമ്മൾ കൊടുക്കാൻ വേണ്ടിയില്ല. കാരണം ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് അതിൻ്റെ ഭംഗി കാണും, ഞാൻ ആർക്കും കൊടുക്കില്ല. ഇവിടെ വന്നിട്ട് ഒത്തിരി പേരും ഈ ഒരു പ്ലാന്റിന് തന്നെ നല്ല എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ഒരു ദിവസം മക്കളെ ഇത് 10,000 രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അല്ല എടുത്ത് തരുമെന്ന് ചോദിച്ചു. 10,000 ഞാൻ, കാരണം അവരുടെ വീട്ടിൽ ഇതുവരെ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കൊടുക്കാൻ മനസ്സൊന്നുമില്ല. കാരണം എനിക്ക് ആ ഒരു ഫ്ലവർ കാണാൻ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. അത് ചെടികളെ സ്നേഹിക്കുന്നവർക്കറിയാം, നമുക്കതിൻ്റെ ആ ഒരു പ്രൈസ്ലെസ് ആണ്. കാരണം ആ ഒരു സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര വില കൊടുത്താലും ആ ഒരു സന്തോഷവും സ്നേഹവും നമുക്ക് കിട്ടില്ല. നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് സന്തോഷവും ആ ഒരു അനുഭൂതിയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്ലാന്റ്സ് നമുക്ക് തരുമ്പോൾ ആ ഒരു സ്ട്രെസ് ഫ്രീയും നമുക്കുണ്ടാകുന്ന ഇതിൻ്റെ അടുത്തൊക്കെ ഒന്നിങ്ങനെ നിൽക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് റിലീഫൊക്കെ നമുക്ക് എന്തൊക്കെ മെഡിസിൻ എടുത്താൽ പോലും കിട്ടാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്കുണ്ട്, നമ്മളിതൊന്നും കണ്ടെത്തുന്നില്ല. നമ്മൾ പലരും കണ്ടെത്താതെ പല സ്ഥലങ്ങളിലേക്ക് തേടി നടക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്യിൽ ഈ സാധനമുണ്ട് സെയിലിന്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള കെമിക്കൽ നമുക്കിതിൽ 20-20 എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷ്യോയിലുള്ള നമുക്ക് നൈട്രജൻ NPKയിൽ നമുക്ക് 20-20 എന്ന് പറഞ്ഞ റേഷ്യോ നമുക്ക് മേടിക്കാൻ കിട്ടും, പലയിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 20-20-20 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നിങ്ങളിത് 2 വീക്കിൽ ഒരിക്കൽ നിങ്ങളതിന് കൊടുക്കുക. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോയിലുള്ളതുപോലെ തന്നെ നിങ്ങൾ പോട്ടിങ് ഒന്ന് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ പ്ലാന്റ്സ് ഫ്ലവറിങ് ആയി കിട്ടും. പിന്നെ നമ്മളെ കയ്യിൽ നിന്നെല്ലാം മാക്സിമം മേടിച്ച് കഴിഞ്ഞാൽ എനിക്കും സന്തോഷം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഉള്ളിലും ഓരോ പൂക്കൾ വിരിയും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒന്നും കൂടെ മേടിക്കുക, അതാണ് നിങ്ങൾക്കുള്ള വേറൊരു ടിപ്പ്. അപ്പോൾ ആ ടിപ്പ് നിങ്ങൾ പാലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല നിങ്ങൾ വേറെ ആരെങ്കിലും മേടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ വലിയ പ്ലാന്റ്സാണ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ചെറിയ പ്ലാന്റ്സ് മാത്രമേ മേടിക്കാൻ പറ്റുന്നവർക്ക് അത് മാത്രമാണ് അഫോർഡബിൾ ആണെന്ന് കുറച്ച് പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി മാത്രം നമ്മളിൽ ഇതിൻ്റെ കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ടാവും. കുഞ്ഞു പ്ലാന്റ്സ് മേടിക്കണമെന്ന് താല്പര്യമുള്ളവർ ചോദിക്കുക, ബ്രോ കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ട്, എപ്പോഴും കാണില്ല, എന്നാലും നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയത്ത് കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ട്. കാരണം ഇടയ്ക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി കുറച്ച് ഓർഡേഴ്സ് കിട്ടിയവർക്ക് കുഞ്ഞു പ്ലാന്റ്സ് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഉണ്ട്. പിന്നെ നമുക്ക് അത് മാത്രമുള്ളത് അവിടെ കാണപ്പെടുന്ന രീതിയിലുള്ളതാ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട്. പിന്നെ കുറേ വെറൈറ്റി നമ്മളെ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ വാട്ടർ ലില്ലീസ് ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിൽ തന്നെ കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഈ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. 9809806874 എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ മടിച്ച് നിൽക്കാതെ വളരെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യൂ. നമ്മുടെ ടീം ലീഡേഴ്സ് നിങ്ങളെ എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. ഓക്കെ, വാട്സാപ്പിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക, ഡോ ഓർക്കിഡ് എന്ന് പറഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ഓൺ പേഴ്സണൽ നമ്പറാണ് നമ്മൾ ഈ പറഞ്ഞ നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങളൊന്ന് ഓർഡർ ചെയ്യുക. നിങ്ങൾ പേയ്മെൻറ്റൊക്കെ GPay വഴി ചെയ്യണം. നമുക്ക് മെയിൻലി കൊറിയർ DTDC വഴിയാണ് നമ്മൾ അയക്കാറുള്ളത്. പിന്നെ നമുക്ക് വേറെ പുറത്തുള്ള സ്ഥലങ്ങളിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലും കൊറിയർ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വളരെ വേഗം ഓർഡർ ചെയ്യുക. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.